അടിയന്തര സാഹചര്യങ്ങളിൽ ചെറുപ്പത്തിലെ സ്ത്രീകളിൽ മാറിലും മൂത്രാശയത്തിലും ക്യാൻസർ പോലുള്ള രോഗം ബാധിക്കുമ്പോൾ അവരുടെ രോഗം ബാധിച്ച ശരീരഭാഗം പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ പലപ്പോഴും സ്ത്രീയുടെ ഭാവി ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ഗർഭാശയവും സ്തനങ്ങളും മാറ്റുന്നതിലൂടെ അവർക്ക് അമ്മയാവാനും കുഞ്ഞുമുള്ള അവസരം നിഷേധിക്കുകയാണ് ഇവിടെ. കേരളത്തിൽ 2ാം സ്ഥാനത്താണെങ്കിലും ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഗർഭാശയമുള്ള ക്യാൻസർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യാൻസറിന് മുന്നോടിയായിട്ട് വ്യക്തമായ ഒരു ഘട്ടമുള്ള ചുരുക്കം ചില ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയമുള്ള ക്യാൻസർ. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഒരു ലഘുവായ പരിശോധന കൊണ്ട് ഈ പ്രീ ക്യാൻസർ സ്റ്റേജ് പോലും വളരെ വ്യക്തമായും കൃത്യമായും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഈ ടെസ്റ്റാണ് പരക്കെ അറിയപ്പെടുന്ന പാപ്സ്മിയർ ടെസ്റ്റ്. പാപ്സ്മിയർ ടെസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിൽ ഏറ്റവും പ്രയോജനപ്രദം എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇത് OP-ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചെലവ് കുറഞ്ഞ ടെസ്റ്റാണ്. ഗർഭാശയ ക്യാൻസർ ആണെങ്കിലും ഗർഭാശയ ഗള ക്യാൻസർ ആണെങ്കിലും ഒരു സ്ത്രീയുടെ ശരാശരി ജീവിതത്തെ അത് തുലച്ചു കളയാൻ പോകുന്നതാണ്. രോഗിയുടെ രക്ഷയ്ക്കായി അത് മാറ്റപ്പെടുമ്പോൾ ദുരന്തത്തിന്റെ രൂക്ഷത വർദ്ധിക്കുന്നു. ഇവിടെ വളരെ ആശാവഹമാകുകയാണ് ഗർഭാശയത്തിനുള്ള ഓർഗൻ പ്രിസർവേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു രോഗം നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ ചികിത്സയുടെ നിർണായക ഘടകം തന്നെയാണ്. ഗർഭാശയ ഗള ക്യാൻസർ കണ്ടുപിടിക്കാൻ ഇന്ന് നൂതന മാർഗങ്ങൾ ഡോക്ടർ ചിത്ര താര അവലംബിക്കുന്നു. സ്പെക്കുലം എന്ന ഉപകരണം യോനിയിൽ കടത്തിയിട്ട് ഗർഭാശയ ഗളം കാണുന്നു. അതില് ഈ സ്പാറ്റുല എന്ന ഉപകരണം കൊണ്ട് ഗർഭാശയ ഗളത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിച്ച് ഗ്ലാസ് സ്ലൈഡിലാക്കി മൈക്രോസ്കോപ്പിൽ കൂടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാണ് കോശവ്യതിയാനങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പാപ്സ്മിയറിന്റെ ഒരു പരിമിതി, ചിലപ്പോൾ ഈ എത്ര ശ്രദ്ധയോടെ ചെയ്താലും ഈ സ്പാറ്റുലയോടുകൂടി കുറച്ച് കോശങ്ങൾ മാത്രമേ ഗ്ലാസ് സ്ലൈഡിലേക്ക് ആക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ചധികം കോശങ്ങൾ ഈ സ്പാറ്റുലയോടൊപ്പം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോകുന്നു. ഇതാണ് ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ രോഗിക്ക് ക്യാൻസർ ഉണ്ടാകാം, സ്ത്രീക്ക് ക്യാൻസർ ഉണ്ടാകാം. പക്ഷെങ്കിൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള അത്രയും കോശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഈ ഫോൾസ് നെഗറ്റീവ് ടെസ്റ്റ് 15 മുതൽ 30% വരെയാണ് സാധാരണ ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ്. ഇത് പരിഹരിക്കാനായി പല പഠനങ്ങൾ നടത്തിയ ശേഷം ഉരുത്തിരിഞ്ഞതാണ് ലിക്വിഡ് പാപ്സ്മിയർ. ഇതൊരു സൊല്യൂഷൻ, ബഫേർഡ് ആൽക്കഹോൾ സൊല്യൂഷൻ ആണ്. ഇത് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ സ്പാറ്റുല പോലെ ഗർഭാശയ ഗളത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിക്കാനുള്ള ഇതിനോടുകൂടി വരുന്ന ഒരു ഉപകരണമാണ് ഇത്. ഈ ഉപകരണം കൊണ്ട് ഗർഭാശയ ഗളത്തിൽ നിന്ന് കോശങ്ങൾ ശേഖരിച്ച് ഈ സൊല്യൂഷനുള്ളിലേക്ക് ഇത് മുഴുവനായിട്ട് മുക്കിയിട്ട് കോശങ്ങൾ മുഴുവനും ഇതിനകത്താക്കത്തക്ക വിധം ഇളക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സൊല്യൂഷൻ സെൻട്രിഫ്യൂജ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എന്നിട്ടാണ് ഗ്ലാസ് സ്ലൈഡിലാക്കുന്നത്. ഈ ലിക്വിഡ് പാപ്സ്മിയർ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ പ്രകാരം സാധാരണ പാപ്സ്മിയർ വർഷത്തിലൊരിക്കലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ലിക്വിഡ് പാപ്സ്മിയർ ആണെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ 3 വർഷത്തിലൊരിക്കലോ ചെയ്താൽ മതിയാകും. വെച്ചാൽ ഇതിന്റെ ആക്യുറസി അത്രയും കൂടുതലാണ്. അർബുദം ബാധിച്ച അവയവത്തെ ശസ്ത്രക്രിയ വഴി എടുത്തുമാറ്റി പാതി ജീവിതത്തെ അവർക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ പലപ്പോഴും സ്ത്രീ ജീവിതത്തെ ഇത് ദുഷ്കരമാക്കുന്നു. ജീവിതമോ ജീവനോ എന്ന ശസ്ത്രക്രിയ വിദഗ്ധരുടെ ചോദ്യത്തിനു മുമ്പിൽ രോഗി ജീവൻ തന്നെ എന്ന വലിയ ഉത്തരം നൽകുന്നു. അത് രോഗിയുടെ പൂർണ്ണമായ ജീവിത സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയുന്നു. ഇവിടെ ഓർഗൻ പ്രിസർവേഷൻ ചികിത്സാ രീതിയിൽ രോഗിയുടെ ജീവനും ജീവിതത്തിനും തുല്യ പ്രാധാന്യം നൽകുന്നു എന്നതു തന്നെയാണ് ഈ ചികിത്സാ രീതിയുടെ പ്രസക്തി. ഗർഭാശയകള ക്യാൻസറിനോടനുബന്ധിച്ചിട്ടുള്ള വേറൊരു നൂതന ടെസ്റ്റിംഗ് ആണ് HPV DNA ടെസ്റ്റിംഗ്. ഗർഭാശയകള ക്യാൻസർ
ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറൽ ടൈപ്പുകൾ തന്നെ 200-ൽ കൂടുതൽ വൈറൽ ടൈപ്പുകൾ ട്യൂമറുകൾ ഉണ്ടാക്കാം. ഈ ട്യൂമറുകളെല്ലാം ക്യാൻസർ ആകണമെന്നില്ല. ഇതിൽ തന്നെ 15ഓളം വൈറൽ ടൈപ്പുകൾ, അത് അധികം അപകടകാരികളായ വൈറൽ ടൈപ്പുകളാണ്. ഇതാണ് ഓങ്കോജനിക് വൈറസസ് എന്ന് പറയുന്നത്. ഈ ഹൈറിസ്, ഇതിന് അധിക അപകടകാരികൾ അല്ലെങ്കിൽ ഹൈറിസ് വൈറൽ ടൈപ്സ് എന്നാണ് പറയുന്നത്. ഈ ഹൈറിസ് വൈറൽ ടൈപ്പുകളിൽ തന്നെ 16, 18, 31, 33, 45 ഇവയാണ് ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകുന്ന ഹൈറിസ് വൈറസസ്. ഈ HPV DNA ടെസ്റ്റിംഗ് കൊണ്ട് ഈ വൈറൽ ടൈപ്പുകൾ ഗർഭാശയകളത്തിൽ ലോ റിസ്ക് വൈറസസ് ആണോ ഹൈറിസ് വൈറസസ് ആണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹൈറിസ് വൈറസസ് ആണ് ഗർഭാശയകളത്തിൽ ഉണ്ടെങ്കിൽ അത് ഒരു വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്ന പാപ്സ്മിയർ ടെസ്റ്റ് ചിലപ്പോൾ 6 മാസത്തിലോ അതിൽ കുറഞ്ഞോ കാലാവധിയിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ HPV DNA ടെസ്റ്റിംഗ് കൊണ്ട് ഇത് ഹൈറിസ് വൈറസസ് ഉണ്ടോ എന്നുള്ളതേ നമുക്കറിയത്തുള്ളൂ. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് HPV DNA ടെസ്റ്റിംഗ് പാപ്സ്മിയർ ടെസ്റ്റിന് പകരമായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഒരു രോഗം അതിന്റെ ആരംഭ ദിശയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം 100% മാറ്റാൻ സാധിക്കും. അതായത് വേരോടെ രോഗത്തെ ശരീരത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഗർഭാശയ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ നിരവധി പരിശോധന മാർഗങ്ങൾ ലഭ്യമാണ്. ഗർഭാശയവും ഗർഭാശയ ഗളവും നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സയുടെ പ്രധാന ചുവടുവയ്പും ഇതുതന്നെയാണ്. ഗർഭാശയകള ക്യാൻസർ ഒരു വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ വാക്സിൻ ഇപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. ഹൈറിസ് വൈറൽ ടൈപ്പുകളെ പ്രതിരോധിക്കാനുള്ളതാണ് ഈ വാക്സിൻ. ഈ വാക്സിൻ 0 മന്ത് 1 to 2 മന്ത് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് എടുക്കണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് ഏറ്റവും പ്രയോജനകരം. 10 തൊട്ട് 26 വയസ്സ് വരെയാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ 45 വയസ്സ് വരെ എടുത്താലും ഇത് ഫലപ്രദമാണ് എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. ഗർഭിണികളായ സ്ത്രീകൾക്ക് ഇത് എടുക്കുന്നത് അഭികാമ്യമല്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ ഗർഭകാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്.